السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله السميع العليم من الشيطان الرجيم. والسماء بنيناها بأيد وإنا لموسعون والأرض فرشناها فنعم الماهدون ومن كل شيء خلقنا زوجين لعلكم تذكرون ففروا إلى الله إني لكم منه نذير مبين. ولا تجعلوا مع الله إلها آخر إني لكم منه نذير مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും നമ്മുടെ എല്ലാം ജീവിതത്തിൽ സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു തഖ്വയുള്ള മുഅ്മിനുകളായി മുഅ്മിനത്തുകളായി ഈ ലോകത്ത് ജീവിച്ചു മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. സുദീർഘമായ വളരെ നീണ്ട പ്രഭാഷണങ്ങൾ കേട്ട് നിങ്ങളൊക്കെ ക്ഷീണിതരാണ് എന്ന് നന്നായി അറിയാം. എന്നാലും വളരെ പ്രധാനപ്പെട്ട ഏതാനും കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു നല്ല രീതിയിൽ കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത്തരം സദസ്സുകളിൽ ജീവിതത്തിൽ മടികൂടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന പ്രമാണബദ്ധമായ വിഷയങ്ങൾ തടസ്സങ്ങളില്ലാതെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ റമദാൻ മാസം നോമ്പെടുക്കും. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഏപ്രിൽ മാർച്ചൊക്കെ ആണെങ്കിൽ ആ നോമ്പിന്റെ ദൈർഘ്യം വളരെ കൂടുതലായിരിക്കും. ചില സമയം 10, 12, 13 മണിക്കൂറൊക്കെ നോമ്പുണ്ടാവാറുണ്ട്.
നല്ല വിശപ്പായിരിക്കും, നല്ല ദാഹമായിരിക്കും. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ തളികയിൽ ഭക്ഷണം കൊണ്ടേക്കും. അതിന്റെ ചുറ്റിലുമുള്ള ആളുകൾ ബാങ്ക് കൊടുക്കാൻ ചെവി കൂർപ്പിച്ചിരിക്കുന്നുണ്ടാവും. കണ്ണ് തളികയിലോ ആയിരിക്കും. ബാങ്ക് കേൾക്കേണ്ട താമസം മറ്റൊക്കെയും. എത്ര ആർത്തിയോടെയായിരിക്കും ആ വിശപ്പുള്ള ആളുകൾ ആ തളികയിലേക്ക് കൈനീട്ടുക. ആ തളികയിലുള്ള ഭക്ഷണത്തെ എത്ര ജാഗ്രതയോടെയായിരിക്കും അവർ പെറുക്കിയെടുക്കുക. എത്ര ആഗ്രഹത്തോടെയായിരിക്കും അവരതിനെ ചമച്ച് തിന്നുക. ഇതൊക്കെ നമുക്കൊക്കെ അറിയുന്ന സംഗതി. നമ്മളൊക്കെ നോമ്പെടുക്കുന്നവരാണ്, നോമ്പ് തുറക്കുന്നവരാണ്, അറിയുന്ന സംഗതിയാണ്. ഞാനിത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി തളികയിലേക്ക് കൈനീട്ടുന്ന ആർത്തി പൂണ്ട മനുഷ്യരെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ഉമ്മത്തല്ല ആർത്തി പൂണ്ട മനുഷ്യർ. പ്രവാചകൻ പറഞ്ഞ എന്താണ്? ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ ഭക്ഷണത്തളികയിലേക്ക് വിശപ്പുള്ള മനുഷ്യർ കൈനീട്ടുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന് നേർക്കേക്ക് ആളുകൾ കൈനീട്ടും. ഉപദ്രവത്തിന്റെ, പ്രയാസത്തിന്റെ, അടിച്ചമർത്തലിന്റെ, പീഡനത്തിന്റെ, കുറ്റപ്പെടുത്തലുകളുടെ, വിമർശനങ്ങളുടെ എല്ലാം കൈകൾ അവർ നീട്ടിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം വിശപ്പുള്ള മനുഷ്യർ ആർത്തിയോടെയാണോ ആ പാത്രത്തിലേക്ക് കൈനീട്ടുക, അതേപോലെ ആർത്തിയോടെ, ദേഷ്യത്തോടെ, വൈരാഗ്യത്തോടെ ആളുകൾ ഉമ്മത്തിനെ, മുസ്ലിം ഉമ്മത്തിനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. സഹാബികൾക്ക് അത് വല്ലാത്തൊരു അത്ഭുതം ഉണ്ടാക്കുന്ന വാർത്തയായിരുന്നു. അവർ ചോദിച്ചു, റസൂലേ, നമ്മളത് വളരെ ന്യൂനപക്ഷമായിരിക്കും, തീരെ അംഗബലം ഉണ്ടാവൂല അല്ലേ? റസൂൽ പറഞ്ഞു, അല്ല, ഒരുപാട് മനുഷ്യരുണ്ടാവുമെന്ന്. 2 ബില്യണിലധികം മുസ്ലിങ്ങളുണ്ട് ലോകത്ത്. 2 ബില്യണിലധികം മുസ്ലിങ്ങൾ. ലോകത്ത് 4 മനുഷ്യരെടുത്താൽ അതിലൊരാൾ മുസ്ലിമാണ്. അത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, ആ ജനതക്ക് മുഴുവൻ വഹന് ബാധിച്ചിട്ടുണ്ടാവും. സ്വഹാബത്തിന് പരിചയമില്ലാത്തൊരു വാക്കായിരുന്നു ഇത്. എന്താണ് വഹൻ? റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കാണ്, ഹുബ്ബുദ് ദുനിയ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോട് അമിതമായ ഇഷ്ടവും മരണത്തോടുള്ള അമിതമായ വെറുപ്പും അവരെ മതിച്ചിട്ടുണ്ടാവും. ഇസ്ലാമിന്റെ സകല ഷിആറുകളും വലിച്ചെറിയാൻ അവർ തയ്യാറാകും. ഈ ലോകത്തെ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി മുസ്ലിമായി ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവർ കളഞ്ഞുകുളിക്കും. അള്ളാഹുവിനോടും പ്രവാചകനോടുമുള്ള ഇഷ്ടം അവർ ബലി കഴിക്കും. അവർക്ക് പടച്ച റബ്ബിനോടൊരു കടപ്പാടുമുണ്ടാവുകയില്ല. അവരുടെ മുന്നിൽ ഈ ദുനിയാവ് മാത്രമായിരിക്കും. ദുനിയാവിനോടുള്ള ഇഷ്ടവും സ്നേഹവും മാത്രമായിരിക്കും. അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത് ഇന്ന് അവിടെ എത്തി നിൽക്കുകയാണ്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു തന്ന ആ ഒരു അവസ്ഥയിൽ ഉമ്മത്ത് ലോകം മുഴുവൻ എത്തി നിൽക്കുന്ന പരിതാപകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലം എന്താണ്? ചൈനയിൽ ഉയ്ഗർ മുസ്ലിംസ് എന്തെന്നില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. മ്യാൻമാറിൽ രോഹിംഗ്യ മുസ്ലിംസ് അറ്റമില്ലാത്ത, തുല്യതയില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഫലസ്തീനികളായ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ക്രൂരവും കിരാതവുമായ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. 2024 ജനുവരിയിൽ നാം എത്തി നിൽക്കുമ്പോ ഇന്ത്യൻ മുസ്ലിങ്ങളെ കാത്തിരിക്കുന്ന വിധി എന്താണെന്ന് കണ്ടറിയാനിരിക്കുന്നതേ ഉള്ളൂ. ലോകം മുഴുവൻ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. 2014 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ 10 ലക്ഷത്തോളം ഉയ്ഗർ മുസ്ലിങ്ങളെയാണ് തടവിലിട്ടത്. 10 ലക്ഷം ഉയ്ഗർ മുസ്ലിങ്ങളെ. എന്നിട്ട് അവരെ ചെയ്തത് എന്താണ്? നിർബന്ധിച്ച് പന്നി മാംസം തീറ്റിച്ചു, നിർബന്ധിച്ച് അവരെ കൊണ്ട് കള്ളു കുടിപ്പിച്ചു, അവരെ നമസ്കരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു, അള്ളാഹുവിനെ വിളിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു, പരിശുദ്ധ ഇസ്ലാം ദീൻ പഠിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. മാത്രമല്ല, ആണിനെയും പെണ്ണിനെയും അനുവാദമില്ലാതെ വന്ധ്യംകരിച്ചു.
ആണുങ്ങൾക്ക് വാസക്ടമിയും പെണ്ണുങ്ങളെ ട്യൂബക്ടമിക്കും വിധേയമാക്കി. ഗർഭിണികളായ സ്ത്രീകളെ അവരുടെ അനുവാദമില്ലാതെ ഫലമായി കൊണ്ടുപോയി ഗർഭഛിത്രം നടത്തി അബോർഷൻ ചെയ്തു. 2017 മാത്രം 16,000-ഓളം പള്ളികൾ തച്ചു തകർക്കപ്പെട്ടു. മാതാപിതാക്കളുടെ അനുമതിയില്ലാതെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവരെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി അവരുടെ മനസ്സിലേക്ക് നീചവും നിന്ദ്യവും നികൃഷ്ടവുമായ ആദർശങ്ങളുടെ സിദ്ധാന്തങ്ങളുടെ വിത്തുകൾ പാകി. ഇതൊക്കെ ലോകത്തിന്റെ മുന്നിൽ ചൈന ചെയ്തു കൂട്ടുന്നതാണ് ഉയ്ഗർ മുസ്ലിങ്ങളോട്. പ്രതികരിക്കാൻ ആരുമില്ല. ഇന്നും ഒരു നിസ്കരിക്കാൻ അവകാശമില്ലാതെ, ദീന് പഠിക്കാൻ അവകാശമില്ലാതെ, അല്ലാഹ് എന്ന് മനസ്സു തുറന്ന് വിളിക്കാൻ പോലും അവകാശമില്ലാതെ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ട് അടിച്ചമർത്തപ്പെട്ട പതിനായിരങ്ങളും ലക്ഷങ്ങളും ചൈനയുടെ തെരുവീതികളിൽ ഇന്നുമുണ്ട്. ഇത് ഉയ്ഗർ മുസ്ലിങ്ങളുടെ ചരിത്രമാണ്. തൊട്ടിപ്പുറത്ത് നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമാർ, ആ മ്യാൻമാറിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വീടുകൾ കയ്യേറി, അവരുടെ സ്ഥാപനങ്ങൾ കയ്യേറി, അവരുടെ പള്ളികൾ തച്ചു തകർക്കപ്പെട്ടു. ക്രൂരവും കിരാതവുമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ബോട്ടുകളിൽ അവർ കടൽ കടന്ന് ബംഗ്ലാദേശിലേക്കും ഇന്ത്യയിലേക്കും രക്ഷപ്പെടാൻ നോക്കി. ഒരു രാജ്യവും അവരെ സ്വീകരിച്ചില്ല. ദിവസങ്ങളോളം, ആഴ്ചകളോളം കടലിന്റെ പരപ്പിൽ ദാക്ഷിണ്യം കാത്തുകൊണ്ടവരെ കാത്തിരുന്നു. ഭക്ഷണം കിട്ടാതെ, ശുദ്ധജലം കിട്ടാതെ, ഇട്ടിരിക്കുന്ന വസ്ത്രമൊന്ന് ചേഞ്ച് ചെയ്യാൻ പോലും കഴിയാതെ, കുട്ടികൾ പനിച്ചു കിടക്കുമ്പോ ഒരു പാരസെറ്റമോൾ പോലും കൊടുക്കാൻ കഴിയാതെ, മരുന്ന് കൊടുക്കാൻ കഴിയാതെ, മൃഗങ്ങളെക്കാൾ ദയനീയമായ രീതിയിൽ മ്യാൻമാറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങളിലെ 10,000 മരണപ്പെട്ടുകൊണ്ടിരുന്നു 2010-ന്റെയും 2020-ന്റെയും ഇടയിൽ. പ്രിയപ്പെട്ടവർ, ഈ 2-3 മാസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും മരിച്ചു വീഴുന്ന കുരുന്നുകളുടെ എണ്ണം, ഒരു തെറ്റും ചെയ്യാത്ത സ്ത്രീകളുടെ എണ്ണം, വയോവൃദ്ധന്മാരുടെ എണ്ണം, ഇവരൊക്കെ ചെയ്ത തെറ്റെന്താണ്? അവരുടെ രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചോ? കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചോ? ബോംബ് പൊട്ടിക്കാൻ ശ്രമിച്ചോ? അവിടെയുള്ള ഭരണകൂടങ്ങൾ താഴെ ഇറക്കാൻ ശ്രമിച്ചോ? ഇല്ല. ഒരേ ഒരു തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. അവർ മുസ്ലിമായി ജനിച്ചുപോയി എന്നതാണ്. അവർ മുസ്ലിമായി ജനിച്ചുപോയി എന്നതല്ലാതെ വേറെന്ത് കുഴപ്പമാണ് അവർക്കുള്ളത്? വേറെന്ത് പ്രശ്നമാണ് അവർക്കുള്ളത്? ഫലസ്തീനിലെ പിഞ്ചു പൈതങ്ങളുടെ അവസ്ഥ ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ കൊടുത്ത അഭിമുഖം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫലസ്തീനിൽ ബോംബ് പൊട്ടിയിട്ട് കയ്യും കാലും ചിന്നിച്ചിതറി കൊണ്ടുവരുന്ന പിഞ്ചു പൈതങ്ങളുടെ മുറിവുകളിൽ നിന്ന്, വ്രണങ്ങളിൽ നിന്ന് പുഴുവരിക്കുകയാണ്. അത് പ്രോപ്പറായ രീതിയിൽ ഡ്രസ് ചെയ്യാനുള്ള മെഡിസിൻസ് അവിടെ ഇല്ല, മരുന്നുകൾ അവിടെ ഇല്ല. ഒരു 4 വയസ്സുകാരിയെ ശുശ്രൂഷിച്ച, ട്രീറ്റ് ചെയ്ത ഒരു ഡോക്ടർ പറയുന്നു, 2 കൈയും 2 കാലും അറ്റുപോയിരിക്കാൻ. ഇതൊന്ന് ഡ്രസ് ചെയ്യണമെങ്കിൽ അനസ്തീഷ്യ കൊടുക്കണം, ബോധം കെടുത്തണം. അല്ലാതെ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു പക്ഷെ വേദന കൊണ്ട് മരണപ്പെട്ടു പോകും. പക്ഷെ അനസ്തീഷ്യ കൊടുക്കാനുള്ള മതിയായ മരുന്നില്ലാതെ ആ കുരുന്നു പൈതലിനെ, 4 വയസ്സ് മാത്രം പ്രായമുള്ള കുരുന്നു പൈതലിനെ ബോധം കെടുത്താതെ ആ പച്ചമുറിവിലേക്ക് മരുന്ന് വെച്ച് തെക്കേണ്ടി വരുന്ന ഡോക്ടർമാരുടെ ഹതഭാഗ്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്വന്തം മുറിവിൽ മരുന്ന് വെച്ച് കെട്ടാനില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ശുദ്ധജലമില്ലാതെ, മരുന്നുകളില്ലാതെ, ഉറ്റവരും ഉടയവരും കൺമുന്നിൽ വെച്ച് മരിച്ചു തീരുന്ന ദയനീയമായ കാഴ്ച കാണേണ്ടി വരുന്ന ഫലസ്തീനിലെ മുസ്ലിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ? ചെറിയ കുരുന്നു മക്കളുടെ ഒരു വീഡിയോ നമ്മൾ കണ്ടു. അവരവരുടെ കൈകളിൽ അപ്പുറം ഇപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പേരെഴുതി കൊടുക്കാൻ. എന്തിനാണ് പേരെഴുതുന്നത്? എങ്ങാനും ഇസ്രായേൽ എന്ന കിരാതനായ ജൂതന്റെ ആക്രമണത്തിൽ, ബോംബാക്രമണത്തിൽ മരണപ്പെട്ടു പോയാൽ കയ്യും കാലും ഛിന്ന ഭിന്നമായി, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടുപോലും തിരിച്ചറിയാൻ കഴിയാതെ, രക്തക്കറ കൊണ്ടെല്ലാം ഒരുപോലെയായി പോയാലും കയ്യിൽ എഴുതിയിരിക്കുന്ന പേരുകൾ കൊണ്ട് മാതാപിതാക്കൾ തങ്ങളെ തിരിച്ചറിയട്ടെ എന്ന ചിന്തയിൽ പേരുകൾ കൈകളിൽ എഴുതി വെക്കുന്ന മക്കളുടെ ദയനീയമായ കാഴ്ച ഇന്നലകളിൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. എന്താണ് അവർ ചെയ്ത തെറ്റ്? എന്താണ് അവർ ചെയ്ത അപരാധം? എന്താണ്? ഒരു മുസ്ലിമായ ഉമ്മക്കും ബാപ്പക്കും ജനിച്ചുപോയി എന്നതിനപ്പുറത്ത്, ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുപോയി എന്നതിനപ്പുറത്ത് ആ മക്കൾ ചെയ്ത തെറ്റെന്താണ്? പ്രിയപ്പെട്ടവരെ, ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല.
14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ വഹി മുഖേന മാത്രം സംസാരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ഉതിർന്നു വീണ തെറ്റില്ലാത്ത, തെറ്റിപ്പോകാത്ത, കടവല്ലാത്ത വചനത്തിന്റെ പുലർച്ചയാണ് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് വാർത്തകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥതയുള്ള ഓരോ മുസ്ലിമും ആഗ്രഹിച്ചു പോകുന്നു, പരിഹാരം എന്ത്? എവിടെയാണ് പരിഹാരം? ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ അടിച്ചമർത്തലുകൾക്കും പീഡനങ്ങൾക്കും അവസാനം എവിടെയാണ്? അവസാനം പടച്ചോൻ പറഞ്ഞിരുന്നുണ്ട്, അതിന്റെ പരിഹാരം റബ്ബ് പറഞ്ഞിരുന്നുണ്ട്. എല്ലാ വിധികളുടെയും, എല്ലാ പ്രശ്നങ്ങളുടെയും, എല്ലാ കലുഷിതമായ അന്തരീക്ഷങ്ങളുടെയും അവസാനത്തെ കുറിച്ച്, പരിഹാരത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത് അല്ലാഹു പറയാൻ, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. ആകാശത്തെ നിങ്ങൾ കാണുന്നില്ലേ? നാമാണ് അതിനെ എന്റെ കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചത്. നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. ഏറ്റവും സുന്ദരമായ രീതിയിൽ ഈ ഭൂമിയെ വിധാനിച്ചതും നാമാണ്. നിങ്ങൾ അതിനെ കാണുന്നില്ലേ? വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എന്നിട്ട് ഈ ദുനിയാവിലുള്ള എല്ലാറ്റിനെയും ഇണകളായി പടച്ചതും നാം തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചേക്കാം, ആലോചിച്ചേക്കാം. എന്നിട്ട് അല്ലാഹു പരിഹാരം പറഞ്ഞു തരികയാണ്. അവന്റെ ഖുദ്റത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട്, അവന്റെ അദമത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട്, അവന്റെ വലിപ്പത്തെ കുറിച്ച് സംസാരിച്ചിട്ടതാ പടച്ച റബ്ബ് നമുക്ക് പരിഹാരം പറഞ്ഞു തരികയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള സൊല്യൂഷൻ പറഞ്ഞു തരുന്നു. എന്താണത്? ഫഫിറൂ ഇലല്ലാഹ്, ഫഫിറൂ ഇലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുക, നിങ്ങൾ റബ്ബിങ്കലേക്ക് അഭയം തേടുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക. അതല്ലാതെ മറ്റൊരു പരിഹാരം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അതല്ലാതെ ഒരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ഇന്നീ ലക്കും മിൻഹു നദീറും മുബീൻ. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പുകാരനാകുന്നു. അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്താണ്? മുസ്ലിം ഉമ്മത്ത് ലോകത്ത് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം എന്താണെന്നുള്ള പറഞ്ഞു കൊടുക്കുന്നു. വലാ തജഅലൂ മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകളെ ഉണ്ടാക്കരുത്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധ്യന്മാരെ ഉണ്ടാക്കരുത്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള കാരണം, അടിസ്ഥാന കാരണം, അല്ലാഹുവിനെ വിട്ടുകൊണ്ട് മറ്റു പലതിലേക്കും നിങ്ങൾ അഭയം പ്രാപിച്ചു എന്നതാണ്. അല്ലാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പലതിലേക്കും നിങ്ങൾ അഭയം പ്രാപിച്ചു എന്നതാണ് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും മൂലകാരണമെന്ന് പടച്ച റബ്ബ് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇതിന്റെ പരിഹാരം എന്താണ് പ്രിയപ്പെട്ടവരെ? ഏത് വിധത്തിലാണ് അല്ലാഹു ഈ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ചു തരിക എന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നു. സലഫികളായ ആളുകൾ, മുവഹിദുകളായ ആളുകൾ എത്രയോ പ്രസംഗങ്ങളിലും ഖുതുബകളിലും ലേഖനങ്ങളിലുമെല്ലാം ഈ ഒരു ആയത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആയത്തിൽ അല്ലാഹു പറയുന്നത് എന്താണ്? അല്ലാഹു തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലാഹു ഇതാ നിങ്ങൾക്ക് വാക്ക് തരുന്നു, അല്ലാഹു നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അല്ലാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. വാഗ്ദത്ത പൂർത്തീകരണം അല്ലാഹുവിന്റെ സിഫത്താണ്. എന്നിട്ടല്ല പറയുകയാണ്, എന്താണ് ആർക്കാണ് വാഗ്ദാനം നൽകുന്നത്? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. നിങ്ങളിൽ ഈമാനുള്ള ആളുകൾക്കാണ് വാക്ക് നൽകുന്നത്. മാത്രമല്ല, നിങ്ങളിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് വാക്ക് നൽകുന്നത്. എന്താണ് വാക്ക് നൽകുന്നത്? വാഗ്ദത്തം എന്താണ്? വാഗ്ദത്തം എന്ന് പറയുകയാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് ഈ ഭൂമിയിലെ അധികാരം ഞാൻ നൽകാം. അല്ലാഹുവിന്റെ വാക്കാണ്. നിങ്ങൾക്ക് ഈ ഭൂമിയിലെ അധികാരം ഞാൻ നൽകാം, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നൽകിയതുപോലെ.
എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വട്ടമെങ്കിലും മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര പോയ ആളുകൾക്കറിയാം, മസ്ജിദുൽ അഖ്സയിൽ മുഅ്മിനീങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് പോകണമെങ്കിൽ ഇസ്രായേലിന്റെ എമിഗ്രേഷനിലൂടെ വേണം പോകാൻ. ആ എമിഗ്രേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവര് തീരുമാനിക്കും ആരുള്ളിലേക്ക് കടക്കണം, ആരെ കടത്തിവിടണമെന്ന് ഇസ്രായേലാണ് തീരുമാനിക്കുക. എത്രയോ മനുഷ്യന്മാര് ആശയോടെ ആഗ്രഹത്തോടെ പോയിട്ട് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് നിസ്കരിക്കാൻ കഴിയാതെ മടങ്ങിയവരുണ്ട്. അതൊക്കെ നിഷേധിക്കപ്പെട്ടവരുണ്ട്. അവരുടെ ഇഷ്ടമാണ് അവിടെ കയറ്റണോ കയറ്റണ്ടേ എന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മണ്ണാണ്, അവിടെയുള്ള സാധാരണക്കാരുടെ മണ്ണാണ്, അവരുടെ അവകാശമാണ്, അവരുടെ ജന്മഭൂമിയാണ്. അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല. പക്ഷെ ജൂത സെറ്റിൽമെന്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗസയിലെ അധികാരം പിടിക്കാൻ ഇസ്രായേൽ എല്ലാ കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് റബ്ബ് പറയുന്നത് എന്താണ്? സൂറത്തുൻ നൂറിന്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അധികാരം വകവെച്ചു നൽകിയതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങൾ ഞാൻ തിരിച്ചു നൽകാം. വല്ലാത്തൊരു വാക്കാണത്. എന്റെ പ്രിയപ്പെട്ടവരെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങളുടെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇസ്ലാമിന്റെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. ആ രോമാഞ്ചജന്യമായ ചരിത്രത്തെക്കുറിച്ച് ചരിത്രത്തിന്റെ താളുകൾ വളരെ ആവേശത്തോടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് വരികയാണ്, സിറിയയുടെ മണ്ണിലേക്ക് വരികയാണ്. അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ ആവശ്യമനുസരിച്ചുകൊണ്ട്, അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് സിറിയൻ പ്രദേശത്തെ ഫലസ്തീനിന്റെ ഭരണമേറ്റെടുക്കുന്നതിന് വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു അതാ വരികയാണ്. എന്നിട്ട് അദ്ദേഹം അതാ സിറിയയിലേക്ക് പ്രവേശിച്ചപ്പോ ഡമാസ്കസിന്റെ മലമുകളിൽ കയറി നിന്നുകൊണ്ട്, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും വ്യത്യസ്തമാണ് സിറിയ, ഡമാസ്കസ്. മക്കയെ പോലെ മദീനയെ പോലെ മൊട്ടക്കുന്നുകളല്ല, മറിച്ച് കൃഷിഭൂമികളുള്ള വനങ്ങളുള്ള പച്ചവിരിച്ച നയനാനന്ദകരമായ കാഴ്ചയാണ് ഡമാസ്കസിൽ കാണാൻ കഴിയുക. ആ മലക്ക് മുകളിൽ കയറി നിന്നപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മതിമറന്നു പോകുകയല്ല ചെയ്തത്, അദ്ദേഹം വഞ്ചിതനായി പോകുകയല്ല ചെയ്തത്. ആ മലക്ക് മുകളിൽ കയറി നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ആയത്ത് പാരായണം ചെയ്യുകയാണ്. എന്താണത്? കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഉമറിന്റെ ആത്മഗതമാണത്. ഉമർ സ്വന്തത്തോട് സംസാരിക്കുകയാണ്. എത്രയെത്ര പൂന്തോട്ടങ്ങളാണ്, അരുവികളാണ്, മണിസൗധങ്ങളാണ്, ഉന്നത സോപാനങ്ങളാണ് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ആയിരക്കണക്കിന് രാജാക്കന്മാരും പ്രഭുക്കന്മാരും കുബേരന്മാരും ഉപേക്ഷിച്ച് വിട്ടേച്ച് വെറും കൈയായി ലോകത്ത് നിന്ന് മടങ്ങിപ്പോയത്. റളിയല്ലാഹു അൻഹു എന്നിട്ട് ഫലസ്തീനിലേക്ക് മസ്ജിദുൽ അഖ്സയുടെ ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി പോകുന്ന ഒരു രംഗമുണ്ട്. എങ്ങനെയാണ് പോകുന്നത് എന്നറിയുമോ? അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിൽ 14 തുന്നുകൾ ഉണ്ടായിരുന്നു. 14 തുന്നുകൾ, 14 കഷണങ്ങൾ വെച്ച് തുന്നിയെടുത്ത 14 തുന്നുകളുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീനിന്റെ മണ്ണിലേക്ക് കടക്കുന്ന. ഒരു ഫക്കീറിനെ പോലെ ലാടം തഴഞ്ഞ മെല്ലമാത്രം നടക്കാൻ കഴിയുന്ന ഒരു കുതിരപ്പുറത്തിരുന്നു കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഫലസ്തീനിലേക്ക് യാത്രയാകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഉബൈദ ഉമറിന്റെ സേനാനായകനാണ്. ആ സ്വഹാബി അമീറുൽ മുഅ്മിനോട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഖലീഫ, അങ്ങയ്ക്ക് എന്താണ് സംഭവിച്ചത്? അങ്ങയ്ക്ക് എന്താണ് പറ്റിയത്? ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ നമ്മെ കാണുമ്പോ നമുക്കതൊരു നാണക്കേടല്ലേ? അതുകൊണ്ട് മുന്തിയ കുതിരയെ ഞാൻ കൊണ്ടുവന്നു തരാം, മുന്തിയ വസ്ത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാം. നിങ്ങൾ അത് ഇട്ടിട്ട് ആ വാഹനത്തിൽ വേണം നിങ്ങൾ മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവേശിക്കാൻ. റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ഇസ്ലാം കാരണമാണ് നമുക്ക് ഇസ്സത്ത് കടന്നു വന്നത്. ആ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ഇസ്സത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ഫക്കീറിനെ പോലെ ലാടം തഴഞ്ഞ കുതിരപ്പുറത്തിരുന്നു കൊണ്ട് 16 കീറുകളുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഫക്കീറിനെ പോലെയാണ് ഖലീഫ ഉമർ ഫലസ്തീനിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു പിന്നെ ഫലസ്തീനിന്റെ മണ്ണ്, മസ്ജിദുൽ അഖ്സ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങളുടെ മുൻഗാമികൾക്ക് അധീനപ്പെടുത്തി കൊടുത്തതുപോലെ ഭൂമിയിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം ഞാൻ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തരാം. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഒന്നാമത്തെ വാഗ്ദാനം അതാണ്. ഈ ദുനിയാവിൽ എവിടെയൊക്കെ നിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ അവകാശങ്ങൾ ഞാൻ തിരിച്ചു തരാം. രണ്ടാമത്തെ വാഗ്ദാനം എന്താണ്? വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും.
നിങ്ങൾക്ക് നാം തൃപ്തിപ്പെട്ടു തന്നൊരു മതമുണ്ടല്ലോ, പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതവും അല്ലാഹു സ്വീകരിക്കുകയില്ല. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തൊരു മതത്തെ മതമായി സ്വീകരിച്ചാൽ അവനത് സ്വീകരിക്കപ്പെടുന്നതല്ല, അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്ലാം ദീനിന് പ്രാമുഖ്യവും പ്രാധാന്യവും നൽകാം. നിങ്ങളൊന്ന് ലോകത്ത് കണ്ണോടിച്ചു നോക്ക്. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും പല പ്രദേശങ്ങളും നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. എവിടെയാണോ റോഡ് അവസാനിക്കുന്നത് അവിടെ മുസ്ലിം വീടുകൾ തുടങ്ങുകയാണ്. എവിടെയാണോ വൈദ്യുതി അവസാനിക്കുന്നത് അവിടെ മുസ്ലിം വീടുകൾ തുടങ്ങുകയാണ്. എവിടെയാണോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാത്തത്, എവിടെയാണോ ഹോസ്പിറ്റലുകൾ ഇല്ലാത്തത്, എവിടെയാണോ ജീവിത സൗകര്യങ്ങൾ ഇല്ലാത്തത്, അവിടെ മുസ്ലിം വീടുകൾ തുടങ്ങുകയാണ്, മുസ്ലിം കോളനികൾ തുടങ്ങുകയാണ്. വിദ്യാഭ്യാസമില്ലാതെ പുരോഹിത വർഗം ഒരുപാട് കാലം ഈ ഉമ്മത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെയും തളച്ചിടുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ്, ഈ പറയുന്ന എല്ലാ പിന്നോക്കാവസ്ഥയും ഞാൻ നിങ്ങൾക്ക് മാറ്റിത്തരാം. എന്നിട്ട് നിങ്ങളെ പ്രബലമായ ഒരു വിഭാഗമായി, നിങ്ങൾ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ ആരും ധൈര്യപ്പെടില്ല, ആ അവസ്ഥയിൽ പ്രബലമായൊരു വിഭാഗമാക്കി ഞാൻ നിങ്ങളെ മാറ്റിത്തരികയും ചെയ്യാം. രണ്ടാമത്തെ വാഗ്ദാനം അതാണ്. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് പേടികളുണ്ട്, ഭയപ്പാടുകളുണ്ട്. ഓരോ ദിവസവും വീടിന്റെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ ന്യൂസ് പേപ്പർ കയ്യിലെടുക്കാൻ പേടിയാണ്, ഭയമാണ്. കാരണം എന്താണ് വായിക്കേണ്ടി വരുന്നതെന്ന് അറിയില്ല, എന്ത് വാർത്തയാണ് കേൾക്കേണ്ടി വരികയെന്ന് അറിയില്ല. ഫലസ്തീനിൽ ഇന്നലെ മരണപ്പെട്ട കുരുന്നുകളുടെ എണ്ണം എത്രയാണെന്നറിയില്ല, ഇന്നലെ നശിപ്പിക്കപ്പെട്ട പള്ളികളുടെ എണ്ണം എത്രയാണെന്നറിയില്ല. ഹൃദയത്തിൽ തറക്കുന്ന വേദനയോടെയാണ് ഓരോ വാർത്തയും നമ്മൾ വായിക്കുന്നത്. ഭയപ്പാടാണ് ഓരോ ദിവസവും. സ്വന്തം രാജ്യത്ത് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയില്ല. വീടുകൾ കൊള്ളയടിക്കപ്പെടുമോ, കൊല്ലപ്പെടുമോ, പൗരത്വം നിഷേധിക്കപ്പെടുമോ, എന്തൊക്കെയാണ് ഈ നാട്ടിൽ അനുഭവിക്കാൻ പോകുന്നതെന്നറിയില്ല. ഭയപ്പാടാണ്. അല്ലാഹു അതാ പറയുകയാണ്, നിങ്ങളുടെ എല്ലാ ഭയപ്പാടുകളും മസ്താനത്താക്കിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം, അമ്നി നൽകാം, സമാധാനം നൽകാം, ശാന്തി നൽകാം, സുരക്ഷിതത്വം നൽകാം. അല്ലാഹുവിന്റെ വാക്കാണ്, വഅദയാണ്. ഏതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ഫിർഔൻ എന്ന മഹാധികാരിയും അഹങ്കാരിയും അതിശക്തനുമായ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ സൈന്യം വന്ന് തന്റെ മകനെ കൊല്ലുമോ എന്ന ഭയത്താൽ ദുർബലയായ, അബലയായ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഇസ്രായേലി സന്തതിയിൽപ്പെട്ട സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നു മൂസാ നബിയുടെ ഉമ്മ. ആ മൂസാ നബിയുടെ ഉമ്മ തന്റെ ചോര പൈതലിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹ്, ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ ആരാണുള്ളത്? എന്റെ വേദന കേൾക്കാൻ ആരാണുള്ളത്? റബ്ബേ, ഈ വരുന്ന പടയാളികളുടെ വാളിന്റെ മൂർച്ചയിൽ നിന്ന് എന്റെ മകനെ രക്ഷിക്കാൻ ആരാണുള്ളത്? അള്ളാഹുവിന്റെ വാക്ക് എന്താണ്? അള്ളാഹു പറയുകയാണ്, നീ അവനൊരു പെട്ടിയിലാക്കിക്കൊണ്ട് ഒഴുക്കിക്കളയുക, അവനെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഏതൊരു ഫിർഔനിന്റെ പട്ടാളക്കാരെയാണോ മൂസാ നബിയുടെ ഉമ്മ പറയുന്നത്? അതേ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ സർവ്വസുഖലോലുപതയോടുകൂടി ജീവിക്കുന്ന മൂസാ നബിയാണ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. നിർഭയത്വത്തിൽ നിന്ന് അഭയത്തിലേക്കും, പേടിയിൽ നിന്ന് സമാധാനത്തിലേക്കും, അസമാധാനത്തിൽ നിന്ന് ശാന്തിയിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയുടെ ഉമ്മക്ക് അഭയം നൽകിയതുപോലെ ഈ ലോകത്ത് 2024 ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും അഭയം നൽകാം. അല്ലാഹുവിന്റെ വഅദയാണ്, അല്ലാഹുവിന്റെ വാക്കാണ്. അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം നൽകാം, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം, ഞാൻ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാം. അല്ലാഹുവിന്റെ വാക്കാണ്. ഇത് മൂന്ന് കാര്യങ്ങളും അല്ലാഹു ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് ഒരു കാര്യം കൂടി അല്ലാഹു പറയുകയാണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഉപാധിയുണ്ട്. ഇതൊന്നും ഞാൻ ഫ്രീ ആയിട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഉപാധിയുണ്ട്, ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണെന്ന് അല്ലാഹു അതാ പറയുകയാണ്. യഅ്ബുദൂനനി, എന്നെ നിങ്ങൾ ആരാധിക്കണം, എന്നെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹു പറയാണ്, ഏത് വിധത്തിൽ ആരാധിക്കണം? എല്ലാ വഖത്തിലും കൃത്യമായി ജമാഅത്ത് നിസ്കരിക്കണം എന്നല്ല പറഞ്ഞത്, അത് വേണം. ഇവിടെ ഉദ്ദേശിച്ചത് മാത്രമല്ല, എല്ലാ സുന്നത്ത് നോമ്പുകളും അനുഷ്ഠിക്കണമെന്ന് മാത്രമല്ല ഇവിടെ പറഞ്ഞത്. ഏത് രീതിയിൽ ആരാധിക്കണമെന്നാണ്? ലാ യുശ്രികൂന ബി ശൈആ. എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെണ്ണന്മാരെ, എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട അംഗ
അർത്ഥങ്ങളെ അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സകല വേദനകൾക്കും, അത് ഫലസ്തീനിലാകട്ടെ, മ്യാൻമാറിലാകട്ടെ, ചൈനയിലാകട്ടെ, ഫ്രാൻസിലാകട്ടെ, ലോകത്തെ ഏത് ദിക്കിലാകട്ടെ, ഏത് രാജ്യത്താകട്ടെ, ഏത് നാട്ടിലാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്കും പ്രയാസങ്ങൾക്കുമുള്ള യഥാർത്ഥ പരിഹാരം എന്താണ്? ശിർക്ക് എന്ന് പറയുന്ന അന്ധകാരത്തെ വലിച്ചെറിയലാണ്. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവൻ ആരാധിക്കാൻ തുടങ്ങലാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും പരിഹാരമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും അത് വിശ്വാസമില്ല. നമ്മൾക്കത് വിശ്വസിക്കാൻ ഒരു പ്രയാസമാണ്. ശിർക്ക് ചെയ്യാതെ ആരാധിച്ചാൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുക? എന്നാൽ ഖുർആൻ സത്യമാണ്. ആ ഖുർആൻ പറയുന്ന ഓരോ കാര്യവും പുലരുക തന്നെ ചെയ്യുമെന്ന് ജൂതന് കൃത്യമായി അറിയാം, യഹൂദികൾക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൽ നിന്ന് തച്ചു തകർക്കേണ്ടത്, ആദ്യം തകർത്ത് കളയേണ്ടത്, ആദ്യം ഇല്ലായ്മ ചെയ്യേണ്ടത് എന്താണെന്ന് ജൂതന് കൃത്യമായി അറിയാം, യഹൂദിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് മുസ്ലിയാക്കന്മാരുടെ രൂപത്തിൽ, അതുകൊണ്ടാണ് പുരോഹിതന്മാരുടെ രൂപത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ കാർന്നു തന്നതിന് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ നശിപ്പിച്ചില്ലാതാക്കുന്നതിന് വേണ്ടി കറാമത്ത് കഥകളും മുഅ്ജിസത്ത് കഥകളുമായി ഈ ഉമ്മത്തിനിടയിലേക്ക് ജൂത വിഭാഗങ്ങൾ, യഹൂദികൾ, ഇത്തരത്തിലുള്ള ആളുകളെ പറഞ്ഞയച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് പോകേണ്ട മുസ്ലിം, ശിർക്ക് ചെയ്യാതെ റബ്ബിനെ ആരാധിക്കേണ്ട ഒരു മുസ്ലിം, അവന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അവൻ അള്ളാഹിനെ ഓർക്കുന്നില്ല, അവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനയില്ല. പിന്നെ അവൻ ഓർക്കുന്നത് എന്താണ്? അജ്മീറിലെ ഖോജയെ കുറിച്ചാണ്, ഉള്ളാളത്തെ തങ്ങളെ കുറിച്ചാണ്, CM മടവൂരിനെ കുറിച്ചാണ്, മമ്പറത്ത് തങ്ങളെ കുറിച്ചാണ്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചൊരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഇത് ജൂതബുദ്ധികളുടെ മനഃപൂർവമായ ബോധപൂർവമുള്ള ശ്രമത്തിന്റെ ഫലമായി സംഭവിച്ചതാണ്. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സംഗതികൾ എന്താണ്? മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷനായ, ഏറ്റവും വലിയ സംരക്ഷണമായ അവരുടെ അഖീദ നശിപ്പിക്കാൻ, അവരുടെ വിശ്വാസം നശിപ്പിക്കാൻ, അള്ളാഹുവിനെ ശിർക്ക് ചെയ്യാതെ ആരാധിക്കണമെന്ന അവരുടെ ആ വലിയ ആദർശം നശിപ്പിക്കുന്നതിന് വേണ്ടി ജൂതന്മാർ ഉപയോഗിക്കുന്ന, പുരോഹിത വർഗങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് ആയുധം എന്താണെന്നറിയുമോ? ഒന്ന് മുഅ്ജിസത്തും ഒന്ന് കറാമത്തുമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത്? എന്താണ് യഥാർത്ഥത്തിൽ കറാമത്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോ ആളുകളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, തൗഹീദിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അത്ഭുതമായി കാണിച്ചു കൊടുത്ത സത്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത്. മുഅ്ജിസത്ത് ഒരിക്കലും അസത്യമല്ല, സത്യമാണ്. മുഅ്ജിസത്ത് സത്യമാണ്, നിഷേധിക്കാൻ പാടില്ല, ഒരിക്കലും അത് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. ഇല്ല എന്നതാണ് അതിന്റെ ഉത്തരം. എന്താണ് തെളിവ്? പരിശുദ്ധ ഖുർആനാണ് തെളിവ്. അല്ലാഹു അതാ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മാരണക്കാരുമായി മത്സരത്തിന് നിൽക്കുന്നു. ഫിറഔനിന്റെ മാരണക്കാരിങ്ങനെ വന്ന് തടിച്ചുകൂടിയിട്ടുണ്ട്. മൂസാ നബി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ പരസ്പരം ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ്, അവർ പരസ്പരം പോരാടാൻ നിൽക്കുകയാണ്. ആ സമയത്ത് മാരണക്കാരതാ തങ്ങളുടെ കയ്യിലുള്ള വടികളും കയറുകളും മുഴുവൻ താഴേക്കിടുകയാണ്. ആ വടികളും കയറുകളും മുഴുവൻ പാമ്പുകളായി മാറിയപ്പോ മൂസാ നബി ആലോചിക്കുകയാണ്, പടച്ചോനെ, ഇതു തന്നെയല്ലേ എന്റെ വടിയും കാണിച്ചത്? ഈ അത്ഭുതം തന്നെയല്ലേ ഞാനും കാണിച്ചത്? മൂസാ നബിക്ക് ഭയപ്പാടുണ്ടായി, ബേജാറുണ്ടായി. അവരിൽ നിന്ന് മൂസാ നബി ഭയപ്പെട്ടു പോയി. അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അലാ. മൂസാ, നീ ഭയപ്പെട്ടു പോകരുത്, നീ തന്നെയാണ് ഉന്നതൻ. വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. അടുത്തതായി വലിയൊരു മുഅ്ജിസത്ത് സംഭവിക്കാൻ പോകുകയാണ്, വലിയൊരു അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. പക്ഷേ ആ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണെന്ന് മൂസാ നബിക്ക് അറിയില്ല, മൂസാ നബിക്ക് മനസ്സിലായിട്ടില്ല. ഈ സാഹിര്യങ്ങൾ ഇത്രയും വലിയ അത്ഭുതം കാണിച്ചപ്പോ ആ അത്ഭുതത്തെ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് മൂസാ നബിക്ക് അറിയില്ല. അല്ലാഹു പറയുകയാണ്, വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ. നിന്റെ വലത് കൈയിലുള്ളത് നീ താഴേക്കിടുക. ആ കാണുന്ന പാമ്പുകളെയും ഉരകവർഗ്ഗങ്ങളെയും മുഴുവൻ ആ പാമ്പ് വിഴുങ്ങിക്കളയുന്നതാണെന്ന് മൂസാ നബിക്ക് അല്ലാഹു പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് ഒരു വലിയ മുഅ്ജിസത്ത് സംഭവിക്കാൻ പോകുകയാണെന്ന് മൂസാ നബിക്ക് മനസ്സിലായത്. എന്താണ് അതിന്റെ കാരണം?
സ്വന്തം ഇഷ്ടപ്രകാരം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ മൂസാ നബിക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഒന്നാമത്തെ സംഭവം അതാണ്. ഇനി രണ്ടാമത്തെ സംഭവം, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മൂസാ നബി തന്റെ അനുയായികളുമായി ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. അള്ള പറഞ്ഞ ദിക്കിലേക്ക് നടന്നപ്പോ അവസാനം എത്തിച്ചേർന്നത് ചെങ്കടലിന്റെ മുന്നിലാണ്. ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല, എന്താണ് മുന്നോട്ടുള്ള വഴിയെന്നറിയില്ല. ആകെ അങ്കലാപ്പിലാണ്, ആകെ വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ആ ഭയത്തിന് ഒന്നുകൂടി കൂട്ടുമാറ് പിറകിൽ നിന്നൊരു ആരവം കേൾക്കുന്നത്. എന്താണ് ആ ആരവം? ഊരിപ്പിടിച്ച വാളുമായി ഫിറഔനും പടയാളികളും കൊല്ലാൻ വരികയാണ്. ആ സമയത്ത് മൂസാ നബിയുടെ അനുയായികൾ പറയുകയാണ്, ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ, ഇനി നമുക്ക് രക്ഷയില്ല കേട്ടോ, നമ്മളിതാ കൊല്ലപ്പെടുകയാണ്. മുന്നിൽ ചെങ്കടലാണ്, പിന്നിൽ ഫിറഔനിന്റെ പടയാളികളാണ്, എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുക? ആ സമയത്ത് മൂസാ നബിയുടെ മറുപടി എന്തായിരുന്നു? എന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ആ വടി കൊണ്ട് ഞാനിതാ കടലിലേക്ക് അടിക്കാൻ പോകുകയാണെന്ന് മൂസാ നബി പറഞ്ഞു. ഇല്ല, സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മൂസാ നബിക്ക് അറിയില്ല, അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? ഖാലകല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. നിങ്ങൾ പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. കാണിക്കാൻ പോകുന്ന വഴി എന്താണെന്ന് മൂസാ നബിക്ക് അറിയില്ല, സംഭവിക്കാൻ പോകുന്ന മുഅ്ജിസത്ത് എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മൂസാ നബിക്ക് അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല. അവിടെ അതാ പടച്ചുറപ്പ് പറയുകയാണ്, ഫഖുൽന ദുരിബ് ബിഅസാക്കൽ ബഹർ. മൂസാ, നിന്റെ മുന്നിൽ ആർത്തലക്കുന്ന ചെങ്കടലിന്റെ തിരമാലയുണ്ടല്ലോ, ആ തിരമാലയിലേക്ക് നീ നിന്റെ വടി കൊണ്ട് നടിച്ചുകൊള്ളുക എന്ന് അല്ലാഹു കൽപ്പിക്കുകയാണ്. ആ കൽപ്പന പ്രകാരം മൂസാ നബി അതാ ചെങ്കടലിലേക്ക് അടിക്കുകയാണ്. ആ ചെങ്കടലതാ വലിയ പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. നടുവിലതാ സുന്ദരമായ വഴി അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, മറിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ ഒരു തവണയല്ല 10,000 തവണ മൂസാ നബി വടിയെടുത്ത് കടലിലടിച്ചാലും കടൽ പിളരുമോ? കടലിന്റെ നടുവിൽ വടി പ്രത്യക്ഷപ്പെടുമോ? ഇല്ല. ഒരു വട്ടമല്ല, 10,000 വട്ടമല്ല, 1,00,000 വട്ടം മൂസാ നബി തന്നെ വടി കൊണ്ട് കടലിലടിച്ചാലും കടൽ പിളരാൻ പോകുന്നില്ല. വടിയിലൊരു വടി, നടുവിലൊരു വടി പ്രത്യക്ഷപ്പെടാനും പോകുന്നില്ല. അള്ളാഹുവിന്റെ കൽപ്പനയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മൂസാ നബിക്ക് പോലും, എന്തെന്ന് മൂസാ നബിക്ക് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതാണ് മുഅ്ജിസത്തിന്റെ കഥ. ഒരു പ്രവാചകനും സ്വന്തം ഇഷ്ടപ്രകാരം മുഅ്ജിസത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല, കാണിക്കാൻ കഴിയില്ല. അവിടെയും അവസാനിച്ചില്ല. ചെങ്കടൽ കടന്നുകൊണ്ട് മൂസാ നബി അതാ തന്റെ ഉമ്മത്തുമായി, ഇസ്രായേൽ സന്തതികളുമായി സീനാ മരുഭൂമിയിലെത്തുകയാണ്, സീനാ വനാന്തരങ്ങളിലെത്തുകയാണ്. അവിടെ കുടിക്കാൻ വെള്ളമില്ല, ശുദ്ധജലത്തിന്റെ സ്രോതസ്സുകളെല്ലാം വറ്റിപ്പോയി. കുട്ടികൾ ഇങ്ങനെ ദാഹിച്ച് കരയുകയാണ്. വല്ലാത്ത അവസ്ഥയിലാണ് ഇസ്രായേലികൾ. ആ സമയം അവരതാ മൂസാ നബിയുടെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് മൂസാ നബിയോട് ചോദിക്കുകയാണ്, പറയുകയാണ്, പരാതി പറയുകയാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല കേട്ടോ, ഞങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളമില്ല, പരിഹാരം പറഞ്ഞു തരണമെന്ന് മൂസാ നബിയോട് പറഞ്ഞപ്പോ മൂസാ നബിയുടെ മറുപടി എന്താണ്? എന്റെ കയ്യിൽ വടിയുള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? ഞാൻ ഈ വടി കൊണ്ട് നിങ്ങൾക്ക് വെള്ളം തരുമെന്ന് മൂസാ നബി പറഞ്ഞു. ഇല്ല. ഫിറഔനിന്റെ സാഹിര്യങ്ങളെ പരാജയപ്പെടുത്തിയ, ചെങ്കടലിനെ നടുവ് പിളർന്നുകൊണ്ട് നടുവിലൊരു വഴി പ്രത്യക്ഷപ്പെടുത്തിയ, അതിനെല്ലാം കാരണമായ ഒരു വടി കയ്യിൽ ഉണ്ടായിട്ട് മൂസാ നബി പറഞ്ഞില്ല, ഈ വടി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെള്ളം നേടിത്തരുമെന്ന് പറഞ്ഞില്ല. മറിച്ച് മൂസാ നബി ചെയ്തത് എന്താണ്? റബ്ബേ, എന്റെ ഉമ്മത്തിനിതാ ദാഹിക്കുകയാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല റബ്ബേ, ഞങ്ങൾക്ക് പാനീയമില്ല, ശുദ്ധജലമില്ല റബ്ബേ, ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് മൂസാ നബി അതാ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, ഫഖുൽന ദുരിബ് ബിഅസാക്കൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐനാ ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും കുലൂ വശ്റബൂ മിൻ റിസ്ഖില്ലാഹ് വലാ തഅതൂ ഫിൽ അർദി മുഫ്സിദീൻ. വീണ്ടും അല്ലാഹു പറയുകയാണ്, മൂസ, അതേ വടി കൊണ്ട് നിന്റെ മുന്നിൽ കാണുന്ന ഭീമാകാരമായ പാറയുണ്ടല്ലോ, ആ പാറയ്ക്ക് മുകളിലേക്ക് നീ ഒന്ന് അടിച്ചുകൊള്ളുക. അടിച്ചപ്പോ സംഭവിച്ചത് എന്താണ്? ആ പാറ ഇങ്ങോട്ട് പിളർന്നുകൊണ്ട് അതിൽ നിന്ന് 12 നീരുറവുകൾ ഇങ്ങനെ പൊട്ടിയൊഴുകാൻ തുടങ്ങുകയാണ്. 12 ഇസ്രായേലി ഗോത്രങ്ങൾക്കും വ്യത്യസ്തമായ നീരുറവ്
നീരുറവകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അങ്ങോട്ട് കുടിക്കാൻ കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ കൽപ്പനയില്ലാതെ, അല്ലാഹുവിന്റെ ഓർഡർ ഇല്ലാതെ ഒരു തവണയല്ല 10,000 തവണ 10,000 പാറയ്ക്ക് മുകളിൽ മൂസാ നബി അടിച്ചാലും ആ പാറയിൽ നിന്ന് ജലമൊഴുകുമോ? ആ പാറയിൽ നിന്ന് നീരുറവയുണ്ടാകുമോ? ആ പാറ പൊട്ടിക്കൊണ്ട് വെള്ളമൊഴുകുമോ? ഇല്ല. അത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പോലും മൂസാ നബിക്ക് അറിയില്ല. എങ്ങനെയാണ് പടച്ചോൻ വെള്ളം തരാൻ പോകുന്നത് മൂസാ നബിക്ക് അറിയില്ല. ഇതാണ് മുഅ്ജിസത്തിന്റെ കഥ. മുഅ്ജിസത്തിന്റെ അവസ്ഥ ഇതാണ്. മുഅ്ജിസത്തിനേക്കാൾ താഴെയാണ് കറാമത്ത്. കറാമത്ത് ഒരു വലിയ സ്വന്തം ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ, കാണിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ. കറാമത്ത് യാഥാർത്ഥ്യമാണ്, കറാമത്തുള്ളതാണ്, സത്യമാണ്. പക്ഷേ ആ കറാമത്ത് ഒരു വലിയനും സ്വന്തം ഇഷ്ടപ്രകാരം പ്രകടിപ്പിക്കാൻ കഴിയില്ല. എന്തൊക്കെ കഥകളാണ് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ആൺകുട്ടിയായി ജനിച്ച ഒരു കുട്ടിയെയും കൊണ്ട് ഒരു വലിയന്റെ അടുത്തേക്ക് പോകുകയാണ്. എന്നിട്ട് വലിയനോട് പറയുകയാണ്, എനിക്ക് വേണ്ടത് ആൺകുട്ടിയല്ല പെൺകുട്ടിയാണ്. വലിയ പറയുകയാണ്, എന്നാൽ അത് പെൺകുട്ടിയാവട്ടെ എന്ന് പറയുമ്പോഴേക്ക് ആൺകുട്ടി പെൺകുട്ടിയായി മാറുന്ന മായാജാല കഥകളാണ് കറാമത്തിന്റെ പേരിൽ പറയുന്നത്. കുട്ടികളില്ലാത്ത മനുഷ്യരിങ്ങനെ വലിയന്റെ അടുത്ത് പോയിട്ട് പറയുമ്പോ 7 കുട്ടികളെ ഇൻസ്റ്റന്റ് ആയി കൊടുത്ത കഥകളാണ് കറാമത്ത് കഥകളിൽ പറയാനുള്ളത്. എന്നാൽ യഥാർത്ഥ കറാമത്ത് എങ്ങനെയാണ്? പരിശുദ്ധ ഹദീസ് നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് യഥാർത്ഥ കറാമത്ത്? അള്ളാന്റെ റസൂലിന്റെ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതാ 2 സ്വഹാബികൾ മദീന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുകയാണ്. നിലാവില്ലാത്ത രാത്രിയാണ്, ഇരുട്ടുള്ള രാത്രിയാണ്. അവരിങ്ങനെ വഴി ഇങ്ങനെ തപ്പിത്തെറിഞ്ഞു പോകുന്ന സമയം പെട്ടെന്നതാ ഒരു വെളിച്ചം അവരെ ഇങ്ങനെ പിന്തുടരാൻ തുടങ്ങുന്നു. ആ വെളിച്ചം അവർ പോകുന്നിടത്ത് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ വെളിച്ചം കാണിക്കുകയാണ്. അവരതാ 2 ഭാഗത്തേക്ക് രണ്ടുപേരും 2 വഴിയിലേക്ക് പിരിഞ്ഞു പോയപ്പോ ആ വെളിച്ചം അതാ 2ആയി പകുത്തുകൊണ്ട് 2ആയി കഷണമായി കൊണ്ട് 2 ഭാഗവും ഓരോരുത്തരുടെ കൂടെ അങ്ങനെ പോകുകയാണ്. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ വന്നിട്ട് ഈ സ്വഹാബികൾ പറയുകയാണ്, നബിയെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇതെന്താണ് ഈ സംഭവിച്ചത്, എന്താണ് നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നത്, ഇത് കറാമത്താണ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന ബഹുമതിയാണ്. അല്ലാഹുവിന്റെ വലിയകളായിരുന്നു ആ സ്വഹാബികൾ, അവർക്ക് കൊടുത്ത കറാമത്തായിരുന്നു. പക്ഷേ അത് കറാമത്താണ് എന്ന് തിരിച്ചറിയാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു എന്നതാണ്. ഒരു വലിയനും പ്രത്യക്ഷപ്പെടുന്നത് കറാമത്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വഹീ മുഖേന അല്ലാഹു കൊടുത്തിട്ടില്ല. ഒന്നാമത്തെ തെളിവിതാണ്. ഇനി എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത് വേറെയും സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു സ്വഹാബിയത വീട്ടിൽ നിന്ന് ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്, ഖുർആൻ ഓതുകയാണ്. ആ സമയത്ത് തന്റെ കുതിരയുടെ ആലയിൽ നിന്ന് വീടിന്റെ പുറത്തു നിന്ന് വിചിത്രമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു, എന്തൊക്കെയോ ഒച്ചപ്പാടുകൾ കേൾക്കുന്നു. സ്വഹാബി ഇങ്ങനെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് എന്താണ്? ആകാശലോകത്ത് നിന്ന് വർണ്ണനിബിഡമായ ഒരുപാട് നിറങ്ങളുള്ള മേഘമത ഇങ്ങനെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ്, താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. വല്ലാത്ത കാഴ്ച. സ്വഹാബി വേഗം വീടിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചു. പിറ്റേ ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ചെന്നുകൊണ്ട് ഈ സ്വഹാബി ചോദിക്കുകയാണ്, പറയുകയാണ്, നബിയെ ഇന്നിന്ന സംഭവങ്ങൾ ഉണ്ടായി, ഇന്നിന്ന കാഴ്ചകൾ ഞാൻ കണ്ടു, എന്താണത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ തിലാവത്ത് കേട്ടിട്ട്, നിന്റെ ഖുർആൻ പാരായണം കേട്ടിട്ട് അല്ലാഹുവിന്റെ മലായികത്തുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങിയതാണ്. നീ ആ ഖുർആൻ പാരായണം തുടർന്നിരുന്നുവെങ്കിൽ മദീന നിവാസികൾക്ക് മുഴുവൻ ആ ഖുർആൻ മലക്കുകളെ കാണാമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. അതൊരു കറാമത്താണ്, ബഹുമതിയാണ്. അത് കറാമത്തായിരുന്നു എന്ന് ആ സ്വഹാബിക്ക് പോലും മനസ്സിലായത്, അത് മലക്കുകളായിരുന്നു എന്ന് ആ സ്വഹാബിക്ക് പോലും മനസ്സിലായത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തപ്പോ മാത്രമാണ്, വിശദീകരിച്ചു കൊടുത്തപ്പോ മാത്രമാണ്. അവിടെയും അവസാനിച്ചില്ലല്ലോ പ്രിയപ്പെട്ടവരെ. മുസ്തഫ ദാരിമി പറഞ്ഞതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കുന്ന വഴിയിൽ പിശാച് ഉണ്ടാവുകയില്ല, പിശാച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരികയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബിന് അല്ലാഹു കൊടുത്ത ബഹുമതിയാണ്, കറാമത്താണ്. തനിക്ക് ഇങ്ങനെ ഒരു കറാമത്തുണ്ട് എന്നുള്ള വിഷയം ഉമർ റളിയല്ലാഹു അൻഹു അറിയുന്നത് എപ്പോഴാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ്, അല്ലാഹുവിന്റെ റസൂൽ അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഒരു കറാമത്തുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. ഇങ്ങനെ എത്രയെത്ര കറാമത്തുകൾ എന്റെ പ്രിയപ്പെട്ടവരെ. ഈ കറാമത്തുകളുള്ള ആളുകൾ, അല്ലാഹു ബഹുമതി നൽകിയ ആളുകൾ, അവർ ഈ വിഷയം കൊണ്ട് കച്ചവടം ചെയ്യാൻ ഇറങ്ങിയ
ഇറങ്ങിയിട്ടുണ്ടോ? അവർ ഈ വിഷയങ്ങൾ വിൽക്കാൻ ഇറങ്ങിയിട്ടുണ്ടോ? ചരിത്രത്തിൽ ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു താബിഈനെ കാണാൻ കഴിയും നമുക്ക്. അള്ളാന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ സുഹബത്ത് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം താബിആണ്. യമനിൽ നിന്ന് തന്റെ ഉമ്മയെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അള്ളാന്റെ റസൂലിനെ വന്നുകൊണ്ട് മുസാഫഹാത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, ബൈഅത്ത് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം താബിആണ്. സ്വഹാബത്തിന് മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. പക്ഷേ സ്വഹാബികൾക്കൊന്നുമില്ലാത്തൊരു ബഹുമതി ആ മനുഷ്യൻ അള്ളാന്റെ റസൂൽ നൽകിയിട്ടുണ്ട്. റസൂൽ പറഞ്ഞേൽപ്പിക്കുകയാണ് തന്റെ സ്വഹാബത്തിനോട്, ഉവൈസുൽ ഖർനിയെ കണ്ടാൽ എന്റെ സലാം അദ്ദേഹത്തോട് പറയണേ, എന്റെ അഭിവാദ്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കണേ. മാത്രമല്ല അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനും പറയണേ, നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ അദ്ദേഹത്തോട് പറയണേ എന്ന് അള്ളാന്റെ റസൂൽ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഉവൈസുൽ ഖർനി വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അത് നടത്താതിരിക്കുകയില്ല, അള്ളാഹു അത് പൂർത്തീകരിക്കാതിരിക്കുകയില്ല. ആ മനുഷ്യൻ ഇത്രയും വലിയ ബഹുമതി വന്നതെങ്ങനെയാണ്, കിട്ടിയതെങ്ങനെയാണ്? തന്റെ ഉമ്മയെ ശുശ്രൂഷിച്ചത് കൊണ്ടാണ്, തന്റെ ഉമ്മയുടെ തൃപ്തി നേടിയത് കൊണ്ടാണ്, ഉമ്മയെ പരിചരിച്ചത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യമനിൽ നിന്ന് വന്ന സംഘം, യമനിൽ നിന്ന് വരുന്ന ഓരോ സംഘത്തിലും ഉമർ റളിയല്ലാഹു അൻഹു അതാ ഉവൈസുൽ ഖർനിയെ തിരയുകയാണ്. എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ സലാം അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഉമറിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ്. അതാ യമനിൽ നിന്ന് വന്നൊരു സംഘത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത എല്ലാ അടയാളങ്ങളും ഒത്തൊരു മനുഷ്യനെ ഉമർ കാണുകയാണ്. പെട്ടെന്ന് തന്നെ ഉമർ തന്റെ ദൂതന്മാരെ അയക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ ഉവൈസുൽ ഖർനിയാണോ? താങ്കൾ ഉവൈസുൽ ഖർനിയാണോ എന്ന് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ തന്നെയാണ് ഉവൈസുൽ ഖർനി എന്ന്. അതാ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യന്റെ ചുറ്റിലും സ്വഹാബത്ത് കൂടുകയാണ്. അള്ളാന്റെ റസൂലിന്റെ അഭിവാദ്യം അർപ്പിക്കാൻ അമീറുൽ മുഅ്മിനീൻ നേരിട്ട് വരികയാണ്, ഖലീഫ നേരിട്ട് വരികയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ സലാം പറയുകയാണ്. എന്നിട്ട് ഉമർ പറയുകയാണ്, ഈ ഉമറിന് വേണ്ടി അങ്ങൊന്ന് ഇസ്തിഗ്ഫാർ നടത്തണേ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് ഉവൈസുൽ ഖർനിയോട് പറയുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിഞ്ഞ സ്വഹാബത്തും അതുപോലെ താബിഈങ്ങളും അതാ ആ മനുഷ്യനെ തേടിക്കൊണ്ട് സാഗരം പോലെ ഒഴുകാൻ തുടങ്ങുകയാണ്. ഓരോ മനുഷ്യനും വരുന്നത് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ദുആ ചെയ്യണേ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഉവൈസുൽ ഖർനിക്ക് അല്ലാഹു കൊടുത്ത കറാമത്താണ്, ഉവൈസുൽ ഖർനിക്ക് അല്ലാഹു കൊടുത്ത ബഹുമതിയാണ്. അദ്ദേഹം ചെയ്തത് എന്താണ്? ആളുകളുടെ ആധിക്യം കൂടിയപ്പോ തനിക്ക് അനാവശ്യമായ ബഹുമാനവും ആദരവും ഈ നാട്ടിൽ ആളുകൾ വെച്ച് നീട്ടുന്നു എന്ന് മനസ്സിലായപ്പോ ആ മനുഷ്യനതാ മദീന വിടുകയാണ്, മദീനയിൽ നിന്ന് പോകുകയാണ്. പിന്നീട് അദ്ദേഹം ജീവിച്ചത് അജ്ഞാതമായ, തന്നെ ആരും തിരിച്ചറിയാത്തൊരു നാട്ടിലാണ്. പിന്നീട് ഉവൈസുൽ ഖർനിയുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്? തനിക്ക് അല്ലാഹു തന്ന ഒരു കറാമത്തിന്റെ പേരിൽ, തനിക്ക് അല്ലാഹു തന്ന ഒരു ബഹുമതിയുടെ പേരിൽ ആളുകൾ അനാവശ്യമായി തന്നെ ആദരിച്ച് ബഹുമാനിച്ച് അഖീദ നഷ്ടപ്പെട്ടു പോകുന്ന, ബഹുമാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് മഹാനുഭവനായ മനുഷ്യൻ ചിന്തിച്ചു, അദ്ദേഹം ആലോചിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പലായനം ചെയ്തത്. നമ്മുടെ നാട്ടിലെ ആളുകളുടെ അവസ്ഥ എന്താണ്? ഇല്ലാത്ത കറാമത്തുകൾ അവരെ കുറിച്ച് പറയുമ്പോ മൗനമായിട്ട് അതെല്ലാം ആസ്വദിക്കുകയാണ്, അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് തന്നെ മൈലേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്. എന്നാൽ യഥാർത്ഥ ഔലിയാക്കൾ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ആരാണ് യഥാർത്ഥ ഔലിയാക്കൾ? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ റബ്ബ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അലാ, നിങ്ങൾ അറിയണേ, അന്ന ഔലിയാ അല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ വിലായത്തിന്റെ ഉന്നതമായ പദവികൾ കൈയടക്കിയവർ, അവർക്കുള്ള പ്രത്യേകത എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്കൊരു ഭയപ്പാടുമില്ല, അവർക്കൊരു ദുഃഖവുമില്ല. ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് ഭയമോ ദുഃഖമോ ബാധിക്കുകയില്ല. അവരെങ്ങനെയുള്ളവരാണെന്ന് വിശദീകരിക്കുന്നു. അല്ലദീന ആമനൂ,
വകാനൂ യത്തഖൂൻ. രണ്ട് വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല അവർക്ക്. രണ്ട് വിഷയങ്ങളിൽ അവർക്ക് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. ഒന്നാമത്തെ വിഷയം ഈമാനാണ്, രണ്ടാമത്തെ വിഷയം തഖ്വയാണ്. ഈ രണ്ട് വിഷയങ്ങളിലും അവർക്കൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല. ഉറച്ച ഈമാനുള്ളവരാണ്, യഖീനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. കുളിക്കാത്തവരല്ല, നനക്കാത്തവരല്ല, താടിയും മുടിയും ജടകെട്ടിക്കൊണ്ട് നടക്കുന്നവരല്ല, അടുത്തൂടെ പോയാൽ ദുർഗന്ധം കൊണ്ട് മൂക്ക് തുറന്നു പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരല്ല, നഗ്നരായി ജീവിക്കുന്നവരല്ല, കുപ്പസ്വാമിയെ പോലെ നഗ്നരായി ജീവിക്കുന്നവരല്ല, ഈ പറയുന്ന CM മടവൂരിനെ പോലെ ഒരു വഖത്ത് പോലും നമസ്കരിക്കാതെ പറയപ്പെടുന്നത് പോലെ റമദാൻ മാസം പോലും ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള ആളുകളല്ല ഔലിയാക്കൾ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹ് നമുക്ക് പറഞ്ഞു തരികയാണ്. അവർ ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. ഫർദിന്റെ കാര്യത്തിൽ മാത്രമല്ല അവർ നിഷ്ഠ പുലർത്തുക, സുന്നത്തിന്റെ കാര്യത്തിലും അവർ നിഷ്ഠ പുലർത്തുന്നവരാണ്. ആരാണ് ഔലിയാക്കൾ? പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളെ കാണുന്നതിന് വേണ്ടി അജ്മീറിലേക്ക് പോകണ്ട, ഔലിയാക്കളെ കാണുന്നതിന് വേണ്ടി ഉള്ളാളത്തേക്ക് പോകണ്ട, ഔലിയാക്കളെ കാണുന്നതിന് വേണ്ടി കേരളത്തിലെ മമ്പുറത്തേക്കോ മടവൂരിലേക്കോ പോകണ്ട. ഔലിയാക്കളെ കാണണമെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമൊന്ന് നോക്കിയാൽ മതി. കൃത്യമായി തഹജ്ജുദ് നമസ്കരിക്കുന്ന, കൃത്യമായി 5 വക്ത് പള്ളിയിലെത്തുന്ന, കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്ന, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, ഹക്കും ബാത്തിലും നോക്കിക്കൊണ്ട് മാത്രം സമ്പാദിക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ചേർത്ത് വെക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വലിയകൾ, അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ആ ഔലിയാക്കൾക്ക് അള്ളാഹു ഒരുപക്ഷെ കറാമത്തും കൊടുത്തേക്കാം. എന്നിട്ടല്ല വിശദീകരിക്കുകയാണ്, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ, അവർക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലാകട്ടെ അവർക്ക് സന്തോഷമാണുള്ളത്, അവർക്ക് സമാധാനമാണുള്ളത്. അവരുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ശരിക്ക് പഠിച്ചു വെച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ. ഔലിയാക്കളുടെ ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചു തരികയാണ്. ലാ തബ്ദീല ലികലിമാത്തില്ലാ, ലാ തബ്ദീല ലികലിമാത്തില്ലാ. അല്ലാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരില്ല, അല്ലാഹുവിന്റെ കലിമത്തിന് പകരം കൊണ്ടുവരില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രോജ്വലമായ കലിമത്തിന് പകരമായി ഒന്നും തന്നെ അവർ കൊണ്ടുവരികയില്ല. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ അല്ലാഹുവിനോട് ശക്തമായ സ്നേഹമുള്ളവരാണ്, അല്ലാഹുവിനോട് കഠിനമായ സ്നേഹമുള്ളവരാണ്. എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാലും, എന്തൊക്കെ പീഡിപ്പിക്കപ്പെട്ടാലും, എത്ര വലിയ അധികാരികൾ അവരെ ആക്രമിക്കുമെന്ന് പറഞ്ഞാലും, നാടുകടത്തുമെന്ന് പറഞ്ഞാലും, കൊന്നുകളയുമെന്ന് പറഞ്ഞാലും, ശരീരം വേദനിപ്പിക്കുമെന്ന് പറഞ്ഞാലും, കുടുംബത്തെ കൊന്നുകളഞ്ഞു കളയുമെന്ന് പറഞ്ഞാലും, ലാ തബ്ദീല ലികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്തിന് അവർ ബദൽ കൊണ്ടുവരില്ല, അല്ലാഹുവിന്റെ കലിമത്തിന് അവർ പകരം കൊണ്ടുവരില്ല. ഔലിയാക്കളുടെ ഒന്നാമത്തെ ക്വാളിറ്റിയാണിത്. ഈ വിലായത്തിന്റെ പദവിയിലേക്ക് ഉമ്മത്തിൽപ്പെട്ട ഓരോ വ്യക്തികളെയും കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയാണ് അള്ളാന്റെ റസൂൽ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തുകൾ പഠിപ്പിച്ചു തന്നത്. എന്താണ് പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂലിനോട് അല്ലാഹ് പറയുകയാണ്, ഖുൽ നബിയെ പറയുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ലൈ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. വലിയാകാനുള്ള വഴി എന്താണ്? സൂഫിസത്തിന്റെ മിസ്റ്റിക് തിയറികളിലേക്ക് കയറി പോകേണ്ട ആവശ്യമില്ല, ഖവാലി പാടേണ്ട ആവശ്യമില്ല, വിവാഹം കഴിക്കാതെ സന്യാസത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, 24 മണിക്കൂറും ഇങ്ങനെ ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് രാവും പകലും അങ്ങനെ എല്ലും തോലുമായി ജീവിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ വിലായത്തിന്റെ ഉന്നതമായ പദവികളിലേക്ക് കയറി പോകാൻ ചെയ്യേണ്ടത് എന്താണ്? ഖുൽ പറയുക, ലൈ യുസീബനാ, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, ഞങ്ങൾക്ക് ഖൈറാകട്ടെ ഷർറാകട്ടെ ഒന്നും തന്നെ ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഞങ്ങളെ ഒന്നും ബാധിക്കുകയില്ല. ഹുവ മൗലാനാ, ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവനാണ് ഞങ്ങളുടെ രക്ഷകൻ, അവൻ മാത്രമാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹുവിൽ ബരമേൽപ്പിച്ചു കൊള്ളട്ടെ. വലിയാകാനുള്ള ഒന്നാമത്തെ വഴി ഏതാണ് പ്രിയപ്പെട്ടവരെ? ഒന്നിനെയും ഭയപ്പെടാത്ത, ഒന്നിനെയും പേടിക്കാത്ത, അല്ലാഹുവിനെ മാത്രം
പേടിക്കുന്ന മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ ഉമ്മത്തിൽ ഇങ്ങനെ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, ചില അസുഖങ്ങളൊക്കെ ഉണ്ടായപ്പോ ഈ ആളുകൾ വന്നിട്ട് പറയുകയാണ്, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂ. നമ്മളോട് ഇങ്ങനെ പറയില്ലേ, മുവഹിദുകളായ സലഫികളായ ആളുകൾ മൊയ്‌ദി ശൈഖിനെ വിളിക്കാൻ പാടില്ല, മമ്പറത്ത് തങ്ങളെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം അവൻ എന്തെങ്കിലും രോഗം വന്നാൽ, അവന്റെ ബിസിനസ് ഒന്ന് കുറഞ്ഞു പോയാൽ, അവനൊരു ആക്സിഡന്റ് സംഭവിച്ചാൽ, അവന്റെ കുട്ടിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു പോയാൽ ഈ പറയുന്ന ഖുറാഫികളായ ആളുകൾ പറയാറുണ്ട്, എന്താ പറയാ, ഉള്ളാളത്ത് തങ്ങളെ പൊരുത്തക്കേട് കിട്ടിയതാണ്, അജ്മീറിലെ ഹോജയുടെ പൊരുത്തക്കേട് കിട്ടിയതാണ്, ഔലിയാക്കളുടെ പൊരുത്തക്കേട് കിട്ടിയതാണെന്ന് പറയാറുണ്ട്. അതുപോലെ ഹൂദ് നബിയുടെ ഖൗമത അദ്ദേഹത്തോട് പറയുകയാണ്, ഇന്നഖൂലു ഇല്ലാ തറാക ബഅദു ആലിഹത്തിനാ ബിസൂ. ഞങ്ങളുടെ ഇലാഹുകളെ നീ തള്ളി പറഞ്ഞില്ലേ ഹൂദേ, ഞങ്ങളുടെ ഇലാഹുകളെ നീ വേണ്ടാന്ന് പറഞ്ഞില്ലേ, അവരെ ആരാധിക്കാൻ പാടില്ലെന്ന് നീ പറഞ്ഞില്ലേ, അതിന്റെ കാരണം കൊണ്ട് അവരുടെ പൊരുത്തക്കേട് കിട്ടിയതാണ് നിനക്ക്, അവരുടെ ശർറ് ബാധിച്ചതാണ് നിനക്ക്. ഹൂദ് നബിയുടെ മറുപടി എന്താണ്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു മറുപടിയാണ് ആ പ്രവാചകന്റെ. ഹൂദ് നബി പറയുകയാണ്, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഖാല ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാനിതാ അല്ലാഹുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. ഉഷ്ഹദൂ, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുക, ഞാനിതാ പറയുകയാണ്, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനി. ശക്തമായ വചനങ്ങളാണ്, അന്ധകാരത്തിന്റെ 10,000 കലവറകളെ പോലും മുറിച്ചു കളയുന്ന വചനങ്ങളാണ്. ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂന മിൻ ദൂനി. ഞാനിതാ നിങ്ങൾ ആരാധിക്കുന്നതിനെ വീണ്ടും തള്ളി പറയുന്നു, ഞാൻ അതിനെയെല്ലാം ഉപേക്ഷിക്കുകയാണ്, എനിക്കതിനെയൊന്നും ഒരു പേടിയുമില്ല, എനിക്കതിനെയൊന്നും ഒരു ഭയവുമില്ല, ഞാനിതാ അവയുമായൊരു ബന്ധവുമില്ല എന്ന് ഞാൻ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്, ഫഖീദൂനി ജമീഅ, നിങ്ങളും നിങ്ങളുടെ ഇലാഹുകളും കൂടി നിങ്ങൾ കഴിയുന്നതൊക്കെ ചെയ്തു കൊള്ളുക, കാണട്ടെ എനിക്കെന്താണ് സംഭവിക്കുന്നതെന്ന്, എനിക്കൊരു പേടിയുമില്ല. ഫലാ തുൻദിറൂ, നിങ്ങൾക്കൊരു പരിഗണനയും എന്നിൽ നിന്ന് കിട്ടുകയില്ല. എന്നിട്ട് ഹൂദ് നബി പ്രഖ്യാപിക്കുകയാണ്, ഇന്നി തവക്കൽതു അലല്ലാഹ്, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ ലോകരക്ഷിതാവായ അല്ലാഹുവിൽ ഞാനിതാ പരമേൽപ്പിക്കുകയാണ്, അവനിൽ തവക്കുൽ ചെയ്യുകയാണ്. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദും ബിനാസിയതിഹാ ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം. ഈ ഭൂമിലോകത്ത് ഒരു ജീവിവർഗവുമില്ല, അതിന്റെ നാസിയത്ത്, അതിന്റെ കുടുമ, അതിന്റെ നിയന്ത്രണം എന്റെ റബ്ബിന്റെ കയ്യിലില്ലാതെ, ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ രക്ഷിതാവ് കാണിച്ചു തരുന്ന മാർഗമാണ് യഥാർത്ഥത്തിലുള്ള മാർഗം, ചൊവ്വായ പാതയെന്ന് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നിനെയും നാം ഭയപ്പെടേണ്ടതില്ല. ഒരു വലിയ പൊരുത്തക്കേട് നമുക്ക് കിട്ടില്ല, ഒരു സിദ്ധന്റെ പൊരുത്തക്കേട് നമുക്ക് കിട്ടില്ല, ഒരു പോക്കുവരവുമില്ല, ഒരു ശകുനവുമില്ല. അല്ലാഹു വിധിച്ചതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഒരു വലിയായി മാറുന്നതിനുള്ള ഒന്നാമത്തെ കടമ്പയാണത്, അല്ലാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരാതിരിക്കുക എന്നത്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിലുള്ള അള്ളാന്റെ റസൂലിന്റെ നിലപാട് എന്തായിരുന്നു? പ്രവാചകന്റെ നിലപാട് എന്തായിരുന്നു? അള്ളാന്റെ റസൂൽ ഈ കലിമത്ത് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ തുടങ്ങിയപ്പോ, യുവ മനസ്സുകളെ ഈ ആദർശം ആകർഷിക്കാൻ തുടങ്ങിയപ്പോ, അവരിങ്ങനെ മാറ്റത്തിന്റെ അലയൊലികൾക്ക് സാക്ഷ്യം വഹിക്കാൻ തുടങ്ങിയപ്പോ, ഖുറൈശി പ്രമാണിമാർ ഒന്നടങ്കം കുട്ടിയും പറിച്ചതാ അബൂ താലിബിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് അബൂ താലിബിനോട് പറയുകയാണ്, മുഹമ്മദിനോട് ഈ പരിപാടി ഒന്ന് നിർത്താൻ പറയണം, മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനം ഒന്ന് നിർത്താൻ പറയണമെന്ന് ഖുറൈശി പ്രമാണിമാർ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവര് പറയുകയാണ്, മുഹമ്മദിന് വേണ്ടതെന്താണ്? ഈ മക്കയിലെ അധികാരമാണോ? എങ്കിൽ ഈ മക്കയിലെ രാജാവായി അവനെ ഞങ്ങൾ വാഴിക്കാം, രാജാവായി അവനെ ഞങ്ങൾ മാറ്റാം. ഇനി അവന് വേണ്ടത് പണമാണോ? അവനൊരിക്കലും സ്വപ്നം പോലും കാണാത്ത അത്രയും പണം കൊണ്ടവനെ ഞങ്ങൾ മൂടാം. ഇനി അവന് വേണ്ടത് പെണ്ണാണോ? എങ്കിൽ മക്കയിലെ ഇഷ്ടമുള്ള സ്ത്രീയെ ഞങ്ങൾ അവന് വിവാഹം ചെയ്തു കൊടുക്കാം, ഇഷ്ടമുള്ള സ്ത്രീകളെയെല്ലാം അവന്റെ വഴിക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. ഖുറൈശി പ്രമാണിമാരുടെ വാഗ്ദാനമാണ്. അള്ളാന്റെ റസൂൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോ അബൂ താലിബ് എന്ന സ്നേഹസമ്പന്നനായ തന്റെ പിതൃവ്യൻ പറയുകയാണ്, മോനെ, ഖുറൈശി പ്രമാണിമാർ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവർ ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അള്ളാന്റെ റസൂലിന്റെ പ്രതികരണം എന്താണെന്നറിയുമോ?
ലൗ വദഅ അശ്ശംസു അലാ യമീനിഹി വൽ ഖമറു അലാ യസാരി, എന്റെ വലത് കൈയിലേക്ക് എളാപ്പായന്റെ വലത് കൈയിലേക്ക് സൂര്യനെ വെച്ചു തന്നാലും ഇടത് കൈയിലേക്ക് ചന്ദ്രനെ വെച്ചു തന്നാലും ഈ കലിമത്തിന്റെ പ്രബോധനത്തിൽ നിന്നൊരടി പോലും പിന്നോട്ട് വെക്കുന്ന പ്രശ്നമില്ല. ഒന്നിക്കിൽ ഈ കലിമത്തിന്റെ ഉജ്ജ്വലത ഈ ലോകം മുഴുവൻ അള്ളാഹു വ്യാപിപ്പിക്കുമല്ലെങ്കിൽ ഈ പ്രബോധനം ചെയ്തുകൊണ്ട് ഞാൻ ഈ മണ്ണിൽ മരണമടയുമെന്ന് അള്ളാന്റെ റസൂലിന്റെ വചനമുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരാത്ത, അള്ളാഹുവിന്റെ കലിമത്തിന് പകരം കൊണ്ടുവരാത്ത ആ റസൂലിന്റെ നിലപാടുണ്ടല്ലോ, അതൊരു വട്ടം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒറ്റവട്ടം മാത്രം സംഭവിച്ചൊരു സംഭവമല്ലത്. പിന്നീട് വീണ്ടും അതാ ഖുറൈശികൾ വരികയാണ്. എന്നിട്ട് റസൂലിനോട് പറയുകയാണ്, മുഹമ്മദേ, ഞങ്ങൾ നീ പറയുന്നത് പോലെ കേൾക്കാം. ഞങ്ങളൊരു ബിംബത്തെയും ആരാധിക്കുന്നില്ല. ഞങ്ങൾ എല്ലാ ബിംബത്തെയും കഅബയിൽ നിന്ന് നീക്കം ചെയ്യാൻ പോവുകയാണ്. നീ ഞങ്ങളോടൊപ്പം ഒന്ന് കൂടി തന്നാ മതി. നീ പറയുന്നത് പോലെ അള്ളാനെ മാത്രം വിളിച്ചുകൊണ്ട് ഞങ്ങൾ കാലം കഴിച്ചോളാം. എന്നാൽ ഒരു വർഷം അങ്ങോട്ട് കഴിയുമ്പോ, ആ ഒരു വർഷം കഴിയുമ്പോ നീ നിന്റെ ഈ മുവഹിദായ തൗഹീദിന്റെ പ്രബോധനം അവസാനിപ്പിക്കണം. എന്നിട്ട് നമ്മളോടൊപ്പം ബിംബത്തിന്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കണം, ഞങ്ങളുടെ കൂടെ കൂടണം. ഒരു വർഷം നമുക്ക് അങ്ങനെ കഴിയാം. അങ്ങനെ ഓരോ ഇടവിട്ട വർഷങ്ങളിൽ ഒരു വർഷം തൗഹീദിന്റെയും ഒരു വർഷം ശിർക്കിന്റേതുമാക്കി നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. ഇതെല്ലാം പറയുന്നത് എപ്പോഴാണ്? അള്ളാന്റെ റസൂലിന്റെ കൂടെ അടിമകളായ പാവപ്പെട്ടവരായ ജീവിതത്തിന്റെ ജീവിതത്തിന്റെ അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യര് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത്. അള്ളാന്റെ റസൂലിന്റെ പ്രതികരണം എന്താണ്? പറഞ്ഞു കൊടുത്തത് നബിയല്ല, അള്ളയാണ്. എന്താണ് പടച്ചോൻ പറഞ്ഞത്? ഖുൽ നബിയെ പറയുക, ഈ ധിക്കാരികളായ, ഈ അഹങ്കാരികളായ, ഈ ബഹുദൈവാരാധകരായ, ഈ മുശ്രിക്കുകളായ ആളുകൾ അങ്ങയോട് ഒരു ആവശ്യം പറഞ്ഞു വന്നല്ലോ. ആ ആവശ്യത്തിനുള്ള മറുപടി എന്താണെന്നറിയുമോ? യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ നിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഒരിക്കലും ഞാൻ ആരാധിക്കുന്ന പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ ഒരു സന്ധി ഒരിക്കലും സംഭവ്യമല്ല. ഞാൻ ആരാധിക്കുന്ന സർവ്വലോക രക്ഷിതാവായ എന്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ നിങ്ങൾക്കും കഴിയുകയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ഒരിക്കലും ഞാൻ ശിർക്കിലേക്ക് വരികയില്ല. ലാ തബ്ദീല ലികലിമാത്തില്ലാ, അല്ലാഹുവിന്റെ കലിമത്തിന് ബദൽ കൊണ്ടുവരാത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ആ നിലപാടുണ്ടല്ലോ, ശ്ലാഘനീയമായ നിലപാട് പ്രിയപ്പെട്ടവരെ, അതാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച നിലപാടുണ്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔനിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച നിലപാടുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അബൂജഹലിന്റെ മുന്നിൽ പ്രഖ്യാപിച്ച നിലപാടുണ്ടല്ലോ, കാടിളക്കി വരുന്ന കുഫറിന്റെ കൂട്ടത്തിന് മുന്നിൽ തൗഹീദിന്റെ പ്രോജ്വല വചനവുമായി ലോകത്ത് കടന്നു വന്ന 10,000 ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ മുഴുവനും ഉയർത്തിപ്പിടിച്ച ആ ദീപശിഖയുണ്ടല്ലോ, ആ ദീപശിഖയാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ വെള്ളി വെളിച്ചമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ കൊടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. വിലായത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് കടന്നു കയറാനല്ല ഒന്നാമത്തെ മാർഗമെന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനപരമായ സംരക്ഷണമായ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള പ്രൊട്ടക്ഷനായ അഖീദയുണ്ടല്ലോ, അഖീദയെ തകർത്ത് കളയാൻ വേണ്ടി പുരോഹിതന്മാർ ഉപയോഗിക്കുന്ന മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും കള്ളക്കഥകളെ കുറിച്ച് ബോധവാന്മാരാകണം. അതിൽ ചതിക്കപ്പെട്ടു പോകരുത്, അതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. മുഅ്ജിസത്ത് സത്യമാണ്, കറാമത്ത് സത്യമാണെന്നാൽ ഇത് രണ്ടും ഒരിക്കലും പ്രവാചകന്മാർക്കോ ഔലിയാക്കൾക്കോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഇനി നമ്മളൊരു മുഅ്ജിസത്ത് കണ്ടാലോ, നമ്മുടെ വിഷയം തന്നെ എന്താണ്? അള്ളാഹുവിലേക്ക് മടങ്ങാന്നല്ലേ. മുഅ്ജിസത്ത് കണ്ടാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഅ്ജിസത്ത് കണ്ട ഒരു പ്രവാചകനുണ്ട്. പ്രവാചകന്മാർക്ക് പിന്നെ കറാമത്ത് കണ്ട ഒരു പ്രവാചകൻ, ഒരു കറാമത്ത് നമ്മളിങ്ങനെ കാണാൻ, ഒരു മനുഷ്യൻ ഇങ്ങനെ എന്തോ ചില അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണാൻ, തഖ്വയോടെ ഈമാനോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. എന്താ നമ്മൾ ചെയ്യേണ്ടത്? വേഗം ഒരു പച്ച പുതപ്പെടുത്തിട്ട് അവന്റെ തലക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു പണ്ടാരപ്പുറത്ത് വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലല്ലോ, കറാമത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രവാചകൻ ചെയ്തത് എന്താണ്? ആരുടെ കറാമത്തിന്? മറിയം ബീവിയുടെ കറാമത്തിന്. മറിയം ബീവിയുടെ മിഹ്റാബിലേക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ള ഒരേ ഒരു പ്രവാചകൻ സക്കരിയ നബിയാണ്, മറിയം ബീവിയുടെ മൂത്താപ്പ. കേറുമ്പോ മിഹ്റാബിലേക്ക് കേറുമ്പോ ഇങ്ങനെ കാണുന്നത് എന്തൊക്കെയോ പലഹാരങ്ങൾ, എന്തൊക്കെയോ ഫലവർഗ്ഗങ്ങൾ, ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതാണെങ്കിൽ ആ സീസണിൽ ഇല്ലാത്തതുമാണ്. ആ സീസണിൽ ഇല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഇങ്ങനെ കാണാൻ.
നമ്മള് പിന്നെ ഈ വേനൽക്കാല സമയത്തൊക്കെ മാങ്ങയൊക്കെ കണ്ടെങ്ങനെ ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവൂല. അപ്പോ സക്കരിയ നബി ചോദിച്ചു, മോളെ അന്നലക്കി ഹാദാ, അന്നലക്കി ഹാദാ, നിനക്ക് എങ്ങനെ ഇത് കിട്ടിയത്? ഖലയ മറിയമോ അന്നലക്കി ഹാദാ, എങ്ങനെ കിട്ടിയത്? മറിയം ബീവിയുടെ മറുപടി എന്താണ്? ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ, എന്നെ നിങ്ങൾ സൂക്ഷിച്ചോ, എന്നെ അധികം വെറുപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഹുങ്ക് പറയാണോ ചെയ്തത്? അല്ല. മറിയം ബീവിയുടെ മറുപടി എന്താണ്? ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ കഴിവല്ല, ഇതെന്റെ കഴിവല്ല, എന്റെ കുദറത്തല്ല, എന്റെ പ്രത്യേകതയല്ല, ഇത് അല്ലാഹു തന്നതാണ്, പടച്ചറബ് തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്നവനാണ് എന്റെ റബ്ബ്. മറിയം ബീവിയുടെ വർത്താനം ഇതാണ്. ഇതങ്ങ് കേട്ടപ്പോ സക്കരിയ നബി പറഞ്ഞത് എന്താണ്? അദ്ദേഹം അതാ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്, റബ്ബിലേക്ക് തന്റെ ഹൃദയത്തെ മടക്കുകയാണ്, കണ്ണിനെ മടക്കുകയാണ്, വാക്കിനെ മടക്കുകയാണ്, നാവിനെ മടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? ഹുനാലിക ദാ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. അവിടെ വെച്ച് സക്കരിയ നബി വിളിക്കുന്നു, റബ്ബി ഹബ് ലീ, അല്ലാഹു എനിക്ക് നീ കനിഞ്ഞരുളണേ, മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, നിന്റെ ഭാഗത്ത് നല്ല സുന്ദരമായ നല്ലൊരു സന്താനത്തെ, ഇന്നക സമീഉദ് ദുആ, എല്ലാ അർത്ഥനകളും പ്രാർത്ഥനകളും കേൾക്കുന്നവൻ നീയാണ്. എന്താണ് അതിന്റെ ഫലമായി സംഭവിച്ചത്? ഫനാദതുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, തന്റെ മിഹ്റാബിൽ വെച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മലക്കുകൾ അതാ സക്കരിയ നബിയെ വിളിക്കുകയാണെന്ന് പറയുകയാണ്, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ, അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ. സക്കരിയ, അങ്ങയുടെ പ്രാർത്ഥന അല്ലാഹ് കേട്ടിട്ടുണ്ട്. യഹ്യ എന്ന് പറയുന്ന ഒരു കുഞ്ഞിത അങ്ങയ്ക്ക് ജനിക്കാൻ പോകുകയാണ്. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം വഖദ് ബലഗനി അൽ കിബർ വംറഅതി ആഖിർ, എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാവുക? താടി മുടിയൊക്കെ നരച്ചു, എല്ലുകൾ ശോഷിച്ചു പോയി, ഒന്നുമില്ലപ്പോ, ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. എന്റെ ഭാര്യയാണെങ്കിൽ മച്ചിയാണ്, അവള് പ്രസവിക്കൂല്ല. അള്ളാന്റെ മറുപടി, ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ, അല്ലാഹു അങ്ങനെയാണ് പ്രവർത്തിക്കുക, അവൻ ഉദ്ദേശിക്കുന്നവനോട് ചെയ്യും, ആരും അനുവാദത്തിന് കാത്തുക്കൂല. ഇതൊരു മുഅ്ജിസത്താണ്. മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും രണ്ട് സംഭവങ്ങൾ അടുത്തടുത്ത് പറഞ്ഞു തന്നിട്ട് പടച്ചോൻ നമുക്ക് പറഞ്ഞെന്താ അറിയോ? അല്ലാഹുവിലേക്ക് മടങ്ങുക. മുഅ്ജിസത്ത് കണ്ടാലും കറാമത്ത് കണ്ടാലും പടച്ച റബ്ബിലേക്ക് മടങ്ങുക, അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അതുകൊണ്ട് നമ്മൾ ഈ നാട്ടിൽ ഇങ്ങനെ കേൾക്കുന്ന കറാമത്ത് കഥകൾ, മുഅ്ജിസത്ത് കഥകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ കേൾക്കുമ്പോൾ എന്താണ്? വളരെ നിസ്സാരമായ, വളരെ പ്രശ്നമൊന്നുമില്ലാത്ത സംഗതി. പക്ഷേ മുസ്ലിം ഉമ്മത്തിന്റെ അഖീദയെ തകർത്ത് കളഞ്ഞ്, അഖീദയില്ലാത്ത, യഥാർത്ഥ വിശ്വാസമില്ലാത്ത മനുഷ്യരെ, മുസ്ലിങ്ങളെ എങ്ങനെ വേണമെങ്കിൽ നശിപ്പിക്കാം. അതിനുവേണ്ടി ജൂതന്മാർ മനഃപൂർവ്വം തിരഞ്ഞെടുത്ത കഥകളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കിടക്കുന്നത് നമ്മുടെ അഖീദ ക്ലിയറാക്കി. ഇത് മുജാഹിദുകളല്ലാതെ, മുവഹിദുകളല്ലാതെ ഒരാൾ പറയില്ല, സലഫികളല്ലാതെ ഒരാൾ പറയില്ല. ഇത് നമ്മളേ ഇത് പറയാനുള്ളൂ, നമ്മൾ മാത്രമേ ഇത് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള സാഗരം പോലത്തെ വികാരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബിലാൽ അടികൊണ്ടത്, എത്രയോ സ്വഹാബിമാര് മരിച്ചത് ഈ ഒരു കലിമത്തിന് വേണ്ടിയിട്ടാണ്. അതിനെ സ്നേഹിക്കുക, അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അതിന്റെ വക്താക്കളാകുക, പ്രചാരകരാകുക, പ്രബോധകരാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദിലൂടെ, യഥാർത്ഥ വഹദാനിയത്തിലൂടെ വിലായത്തിന്റെ ഉന്നത പദവികളിൽ എത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയകളിലൂടെ അല്ലാഹുവിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ ഔലിയാക്കളായി ഈ ലോകത്ത് ജീവിച്ച് മാതൃക കാണിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനം റബ്ബിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളായി, ഹൃദയത്തിൽ തൗഹീദിന്റെ വെളിച്ചവും നാവിൽ തൗഹീദിന്റെ വചനവുമായി വിട പറയുന്ന, മടങ്ങിപ്പോകുന്ന
ഭാഗ്യവാന്മാരുടെ ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10:15 വരെ പറയണമെന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സദസ്സിനെ പരിഗണിക്കണമല്ലോ. ഒരുപാട് നേരമായി നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് നിങ്ങളെങ്ങനെ ചില ആളുകളൊക്കെ വാച്ച് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഉറക്കം തൂങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും 10 മണിയായി. ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ നമുക്ക് കൂടുതൽ വിശദമായി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും നേരം നമ്മൾ ഇരുന്നതിനെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് ഇതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒരു വട്ടം കൂടി കൂടിയിരിക്കാൻ നമുക്കെവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.